ഗ്രാമീണ കാർഷിക സംസ്കൃതിയുടെ പൈതൃകം വിളിച്ചോതി നീലിയാർ കോട്ടത്തെ അടയ്ക്കാത്തൂണുകൾ ഒരുങ്ങി. നീലിയാർ കോട്ടം എന്ന പേരിൽ പ്രശസ്തമായ മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രമാണ് അടയ്ക്കാത്തൂണുകളാൽ അലങ്കൃതമാക്കിയത്. എല്ലാ വർഷവും കളിയാട്ടത്തിന് ആചാരപ്രകാരം വ്രതാനുഷ്ഠാനങ്ങളോടെ പരമ്പരാഗത രീതിയിൽ ഇവിടെ അടയ്ക്കാത്തൂണുകൾ നിർമ്മിക്കുക പതിവാണ്. 20,000 അടയ്ക്ക ഉപയോഗിച്ചാണ് നിർമ്മാണം. സമീപ ഗ്രാമങ്ങളിലെ കവുങ്ങുകളിൽ നിന്ന് ലക്ഷണമൊത്ത നല്ല പഴുത്ത അടയ്ക്കാക്കുലകൾ നിലം തൊടാതെ പറിച്ചു കൊണ്ടുവന്നാണ് അലങ്കാരത്തൂണുകൾ ഉണ്ടാക്കുന്നത്. 5 ദിവസത്തെ കളിയാട്ടത്തിൽ 3-ാം നാളിലാണ് അടയ്ക്കാത്തൂണുകളുടെ നിർമ്മാണം. വ്രതശുദ്ധിയോടെ ക്ഷേത്രാങ്കണത്തിൽ ഒത്തുകൂടുന്ന സ്ത്രീകൾക്കാണ് മേൽനോട്ടം. അടയ്ക്കകൾ കുലയിൽ നിന്ന് പറിച്ചെടുത്ത് തരംതിരിച്ച് ചരടിൽ കോർത്ത് ക്ഷേത്രത്തൂണുകൾക്ക് വരിഞ്ഞു കെട്ടിയാണ് അലങ്കാരമാക്കുന്നത്. നാലമ്പലത്തിന് മുന്നിൽ 10 അടയ്ക്കാത്തൂണുകളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സ്വന്തം നാടാണ് മാതമംഗലം. അദ്ദേഹത്തിൻ്റെ കളിയാട്ടം എന്ന സിനിമയിലെ പാട്ടിൽ അടയ്ക്കാത്തൂണുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പഴുക്കടക്ക തൂണ് മെനഞ്ഞോ മലയാർനാർ കണ്ണ എന്ന വരികൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. മനോഹരമായ അടയ്ക്കാത്തൂണുകൾ കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരാറുള്ളത്. അടയ്ക്കാത്തൂണുകളോടൊപ്പം മറ്റ് കാർഷിക വിളവുകളും ഇവിടെ ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അലങ്കാരത്തിനായി ഉപയോഗിക്കാറുണ്ട്. നീലിയാർ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന തെയ്യം. തീച്ചാമുണ്ടിയാണ് മറ്റൊരു പ്രധാന ആകർഷണം. വലിയ മേലേരി കൂട്ടി അഗ്നിയിൽ പ്രവേശിക്കുന്ന തീച്ചാമുണ്ടി കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ഇവിടെ കളിയാട്ട ദിവസങ്ങളിൽ എത്തിച്ചേരാറുള്ളത്.